ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ഇത് ചാർട്ട് അനലൈസേഷൻ ആണ്. യൂറോ യു എസ് ഡി ആണ് എടുത്തേക്കുന്നത്. യൂറോ യു എസ് ഡിയിലെ ചാർട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിപ്പോൾ ലൈവ് മാർക്കറ്റാണ്. ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മന്ത്ലി ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡിൽ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് വന്നു. ഇതൊരു ഇങ്ങനെ ഇങ്ങനെ മാർക്കറ്റ് പോവാണ്. ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് പോയി ഇനി ഇവിടുന്ന് താഴേക്ക് പോവാണ്. മന്ത്ലി ആണ്. ഓരോ ക്യാൻഡിലും ഉണ്ടാവുന്നത് ഓരോ മാസമാണ്. ഓരോ മാസം എടുത്തിട്ടാണ് ഇതിൽ ഓരോ ക്യാൻഡിലും ഫോം ചെയ്യുന്നത്. മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് വരെ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. പിന്നെ ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി, താഴോട്ട് പോയി, പിന്നെയും മുകളിലോട്ട് വന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. പിന്നെ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. ഇത് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇത് ലോവർ ലോ, ലോവർ ഹൈ, നെക്സ്റ്റ് ലോവർ ലോ ആണിത്. ലോവർ ലോ ഇതാണ് ലാസ്റ്റ് ലോവർ ഹൈ മന്ത്ലി ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള മൂവിൽ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ സെല്ല് പ്ലാൻ ചെയ്യുക. നോർമൽ ഒരു 1 hour സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ പ്രോപ്പർ സ്ട്രക്ചറിങ് ഒരു മാപ്പിംഗ് നോക്കുമ്പോൾ ഇതാണ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇവിടുന്ന് ഇവിടം വരെ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുന്നു. അതിൽ പ്രീമിയം സോൺ അവിടെ പ്രീമിയം സോണിലുള്ള ഏതെങ്കിലും വാലിഡ് ഓർഡർ ബ്ലോക്ക് ചെയ്യുന്നു, നമ്മൾ സെല്ല് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആണല്ലോ പൊതുവെ 1 hour മാപ്പിങ്ങിലും 4 hour മാപ്പിങ്ങിലും ഒക്കെ ചെയ്യാം. സെയിം സിനാരിയോ ആണ് ഇവിടെയും മന്ത്ലി ടൈം ഫ്രെയിമിൽ. ഏതൊക്കെ ടൈം ഫ്രെയിം ആയിക്കഴിഞ്ഞാലും മാപ്പിംഗ് സെയിം ആണ്. അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കുറേ ക്ലാരിറ്റി കിട്ടും. എന്നുവെച്ചാൽ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇതിങ്ങനെ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഇഗ്നോർ ചെയ്തേക്ക്. ഇങ്ങനെ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാകുന്ന ലോവർ. ഇനി ഈ ലോവർ ഹൈന്ന് ഈ ലോവർ ലോയിലേക്ക് ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുന്നു. എന്നിട്ട് പ്രീമിയം സോണിൽ നിന്ന് സെല്ല് പ്ലാൻ ചെയ്യുന്നു. എവിടെ വരെ? ഇനി ഇവിടുന്ന് സെല്ല് ചെയ്ത ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരെ. ഇനി മാർക്കറ്റ് എങ്ങനെയാണ് പോവുക? ഇവിടുന്ന് ഇങ്ങനെയാണ് മാർക്കറ്റ് പോവുക. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ലോവർ ഹൈ കഴിഞ്ഞ് പുതിയൊരു ലോവർ ലോ ഉണ്ടാക്കി ഇൻഡ്യൂസ്മെന്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇതിന് ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് മന്ത്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് താഴേക്ക് പോയി തുടങ്ങി. ഓക്കെ, മന്ത്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചറിന് ബ്രേക്ക് തന്നു. ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് പിന്നെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇത് തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലൊന്നും. ഇതാണ് ആ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത പോയിന്റ്. മന്ത്ലി ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത വിക്കാണിത്. വീക്ക്ലിയിൽ നോക്കുമ്പോൾ ഈ ഒരു വിക്ക് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി. ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി. മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഡേ ടൈം ഫ്രെയിമിൽ നോക്കാം. ഇതാണ് മന്ത്ലി ടൈം ഫ്രെയിമിനെ സ്വീപ്പ് ചെയ്ത ഹൈ. സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക് വന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ,
ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഈ ലോവർ ഹൈ വരെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോകും. ഇനി ഇതിൻ്റെ ഇവിടം വരെയുള്ളതിൽ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്രീമിയം സോണിലുള്ള ഓർഡർ ബ്ലോക്ക് അവിടുന്ന് നമ്മൾ സെല് ചെയ്യും. ഓക്കെ, ഡേ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഓർഡർ ബ്ലോക്ക് കാര്യമാക്കണ്ട, ഒരു പുതിയ പെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പെയർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇനി എങ്ങോട്ടാണ് പോകാൻ സാധ്യത, ഇത് മനസ്സിലാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഈ വീഡിയോ എടുക്കുന്ന ഓർഡർ ബ്ലോക്ക് ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എൻട്രി മോഡൽ കാര്യമാക്കണ്ട, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അത് മാത്രമേ എടുക്കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ഓർഡർ ബ്ലോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് മാറി. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ ടൈം ഫ്രെയിമിൽ വരെ യൂറോ USDയുടെ ബയാസ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. ഇനി ഇത് തന്നെ നമുക്ക് 4 അവറിൽ നോക്കാം. ഇതാണ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത മന്ത്ലി ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത പോയിന്റ്. ഇതാണ് ഇവിടുന്നത്. ഇവിടെ ഇപ്പൊ തന്നെ ഇവിടെ 4 അവർ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. ഉണ്ടാവും, ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായി എങ്ങനെ ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓവറോൾ ബയാസ് എന്താണ്? 4 അവറിലും ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിലാണ് 4 അവറിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഇനി ഇത് തന്നെ നോക്കുകയാണെങ്കിൽ 2 അവറിൽ നോക്കും തോറും ഈ 4 അവറിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ മാപ്പിംഗ് വരിക? 4 അവറിൽ 1 അവറിലൊക്കെയാണല്ലോ സ്ട്രക്ചർ മാപ്പിംഗ് ചെയ്യുക നമ്മുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട്. ഇതൊരു ഇങ്ങനെ ലോ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ഹൈ ഉണ്ടായി, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നു. ഇത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആവില്ല, ഇതൊക്കെ വിക്കാണ് കേട്ടോ. ബോഡി വെച്ചേ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടുള്ളൂ. സോ ഇവിടെയാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, ഇവിടെ ഈ ബ്രേക്ക് ആകുമ്പോഴാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി ഇവിടെ ഒരു സ്ട്രക്ചർ തന്നു, ഇപ്പോഴും ഇത് ബ്രേക്ക് ആയിട്ടില്ല. ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് വന്നു, ഇങ്ങനെ പോവാ മാർക്കറ്റ്. ഈ ഒരു മൂവ് ഇട്ടേക്ക് ഇതിപ്പോ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. 4 അവർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി 1 അവറിൽ പോവുകയാണെങ്കിൽ 4 അവറിൽ മാർക്കറ്റ് ബയാസ് ഡൗൺ ട്രെൻഡിലാണ് 4 അവറിൽ. ഇനിയിപ്പോൾ 2 അവറിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ബയാസ് വരുന്നത്? 4 അവറിൻ്റെ സ്ട്രക്ചറാണ് ഇത്, ഡൗൺ ട്രെൻഡാണ്. ഇവിടുന്ന് മുകളിലേക്ക് ഒരു പുൾ ബാക്ക് വന്നു, ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, താഴോട്ടേക്ക് വന്നു, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി, മറ്റേ BOS കിട്ടുന്നു. ഇനി എന്താ നമ്മൾ പ്ലാൻ ചെയ്യുക? ഇവിടെ ഈ ഒരു ഹൈന്ന് ഇവിടെ ലോ വരയ്ക്കും. ഇതൊരു ഇൻഡ്യൂസ്മെന്റ് എടുത്ത് ലോവർ ലോ കൺഫേം ആണ് കേട്ടോ. കൺഫേം ആയി കഴിയുമ്പോൾ ഈ ഹൈ നിന്നും ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഹൈ, ഇതൊന്നും പ്രൊട്ടക്റ്റഡ് അല്ല. ഇതാണ് ഈ ഒരു ലെവൽ കഴിയുമ്പോൾ മാത്രമാണ് 4 അവറിലും 2 അവറിലൊക്കെ 2 അവറിലില്ല 4 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുള്ളൂ. ഇതൊന്നും ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല. ഇന്റേണൽ സ്ട്രക്ചറിൽ ഇതൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. ഹയർ ടൈം 4 അവർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ലോവർ ലോ ഏതാ? ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇതാണ് ലോവർ ഹൈ. 4 അവറിൽ സ്ട്രക്ചർ ബ്രേക്ക് ആവണമെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വാലിഡ് ആയി 4 അവറിൽ സംഭവിക്കണമെങ്കിൽ ഈ ലോവർ ഹൈ വേണം ബ്രേക്ക് ആവാൻ. ഇത് ബ്രേക്ക് ചെയ്യാത്ത പക്ഷം 4 അവറിൽ അപ്പോഴും ബയാസ് ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടുന്ന് ഓർഡർ ബ്ലോക്ക് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചു മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു, ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നു. ഈ ഒരു ലോവർ ഹൈയുടെ ഉള്ളിലുള്ള BOS ഈ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരച്ചതിന് പ്രീമിയം സോണിലുള്ള
ഏതെങ്കിലും ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് വരെ മാർക്കറ്റ് പോവും, വീണ്ടും താഴേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ മാർക്കറ്റ് കറന്റ് കണ്ടീഷനിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യാൻ സാധ്യത. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു സ്ട്രക്ചറിങ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് ലോ ഹൈ, ഇത് കഴിഞ്ഞ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കും 4 ഹവറിൽ. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രൊട്ടക്റ്റഡ് ആണ്. ജസ്റ്റ് അങ്ങനെ ഒരു വേർഡ് ഞാൻ പറയാണ്, പ്രൊട്ടക്റ്റഡ് ഹൈ അങ്ങനെ പറയാം. ഇതിപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം, ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ പ്രൊട്ടക്റ്റഡ് ഹൈ കഴിയുമ്പോൾ മാത്രമേ 4 ഹവറിൽ ബയാസ് ചേഞ്ച് ആവുള്ളൂ. ഇതുവരെ ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? ലോവർ ലോ, ഇൻഡ്യൂസ്മെന്റ് എടുത്ത ലോവർ ലോ കൺഫേം ആയി, ഈ പ്രൊട്ടക്റ്റഡ് ഹൈ വരെ മാർക്കറ്റ് പോവും. ഇവിടെ ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യും, മാർക്കറ്റ് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരും, ഇങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോകും. ഇതാണ് നമ്മുടെ ബയാസ്. ഈ ഒരു യൂറോ USD ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്നു. ഇനി ഇതിങ്ങനെ വന്ന് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തരും. ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരെ 4 ഹവറിൽ മാർക്കറ്റ് ഇതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കാം. ഇത് 4 ഹവറിലെ സ്ട്രക്ചർ ആണ്. 4 ഹവറിലെ ലോവർ ലോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതൊരു ലോവർ ലോ, ഇത് ലോവർ ഹൈ, ഇത് ലോവർ. ഇതിപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്മെന്റ് എടുത്ത ഒരു ലോവർ ലോ കൺഫേം ആയി. ഇനി ഇവിടെ നമുക്കിപ്പോൾ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരച്ച് തന്നെ നോക്കാം. ലോവർ ലോ, ലോവർ ഹൈയുടെ പ്രീമിയം സോണിൽ നിന്നാണ് നമ്മൾ സെൽ എൻട്രി പ്ലാൻ ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് മനസ്സിലാവാൻ വേണ്ടി. ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് അറിയാം ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ മാർക്കറ്റ് ഇന്റേണലി അപ് ട്രെൻഡ് ആയിരിക്കും. ബയാസ് ഡൗൺ ട്രെൻഡ് ആണെങ്കിലും 4 ഹവർ ബയാസ് ഡൗൺ ട്രെൻഡ് ആണെങ്കിലും 4 ഹവറിന് ഉള്ളിൽ, ഇപ്പോൾ 2 ഹവറിലോ 1 ഹവറിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. അല്ലേ, ഒരു പുൾ ബാക്ക് ആണ് 4 ഹവറിൽ. പക്ഷേ 2 ഹവറിലും 1 ഹവറിലും നോക്കുമ്പോൾ ബയാസ് അപ് ട്രെൻഡ് ആയി. പക്ഷേ ഓവറോൾ ബയാസ് എന്താണ്? യൂറോ USDയുടെ ഓവറോൾ ബയാസ് ഡൗൺ ട്രെൻഡ് ആണ്. ഇത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ഫേസ് ആണ്. പുൾ ബാക്ക് ഫേസിൽ 1 ഹവറിലൊക്കെ നോക്കുമ്പോൾ ബയാസ് എന്താണ്? അപ് ട്രെൻഡ് ആണ്. ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇങ്ങനെ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തു വരുന്ന അപ് ട്രെൻഡ് ആണ് യൂറോ USDയുടെ 1 ഹവർ ബയാസ്. ഓക്കെ, ഇത് എവിടെ വരെ അപ് ട്രെൻഡ് ആവാം? ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ഉണ്ട് എങ്കിൽ അതുവരെ ഇത് അപ് ട്രെൻഡ് ആവാം. എല്ലാം സാധ്യതകളാണ്. ചിലപ്പോൾ ഇത് 50% ടാപ്പ് ചെയ്ത് താഴേക്ക് പോകാനും മതി. വല്ല ന്യൂസ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്ട്രക്ചർ മുഴുവൻ മാറും. നല്ലൊരു ഹൈ ഇമ്പാക്റ്റഡ് ന്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ ട്രെൻഡ് തന്നെ മാറിയേക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൺഫർമേഷൻ കിട്ടിയിട്ട് റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് SL ഒക്കെ വെച്ച് മാത്രം എടുക്കുക. ഓക്കെ, ഇനി ഇത് സ്ട്രക്ചർ മനസ്സിലായല്ലോ. 1 ഹവറിൽ ബയാസ് അപ് ട്രെൻഡിലേക്ക് മാറി. ഇപ്പം ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോൾ ലോവർ ലോ കൺഫേം ആവുന്നതോടെ നമുക്ക് മനസ്സിലാവും. ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 ഹവറിലാവട്ടെ, 30 മിനിറ്റ് ആവട്ടെ, 15 മിനിറ്റ് ആവട്ടെ, ഇതിലൊക്കെ ബയാസ് അപ് ട്രെൻഡ് ആണ്. ഇനി എപ്പോഴാണ് ബയാസ് ഡൗൺ ട്രെൻഡ് ആവുക? ഇതൊക്കെ നമ്മൾ ഈ എടുക്കുന്നതൊക്കെ കൗണ്ടർ ട്രേഡ് ആണ്. കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്, പുൾ ബാക്ക് സ്റ്റാർട്ടായി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഈ കേസിൽ ബൈ എൻട്രി പ്ലാൻ ചെയ്യുന്നു. ഇനി എപ്പോഴാണ് ഇത് ഡൗണിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്? ഇപ്പോൾ
നമ്മളിവിടെ ഓർഡർ ബ്ലോക്കിൽ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ നമ്മൾ 1 ഹവറിൽ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ മാപ്പിംഗ് ചെയ്യുക. മാപ്പിംഗ് ചെയ്ത് ഒരു പ്രോപ്പർ ഹയർ ഹൈ ഹയർ ലോ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയേക്കുന്ന ഒരു വാലിഡ് ഹയർ ലോ, ഇങ്ങനെ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്താണല്ലോ വരുന്നത്. ഹയർ ലോ ഇതാണ് പ്രൊട്ടക്റ്റഡ് ഹയർ ലോ വരിക. ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് പ്രൊട്ടക്റ്റഡ് ഹയർ ലോ. ഇതൊരു ചെറിയ സ്ട്രക്ചർ മാത്രമാണ്, ഇതിനകത്ത് ലോവർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചറാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് 1 ഹവറിൽ. ഇപ്പോൾ 1 ഹവറിലാണ് ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 1 ഹവറിലെ പ്രൊട്ടക്റ്റഡ് ലോ ഇതാണ് വരിക. ഈ ലോ ബ്രേക്ക് ആവുന്ന സമയം മാർക്കറ്റ് ക്യാരക്ടർ ഷിഫ്റ്റ് ആവും. എന്നിട്ട് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ പിന്നെ സെൽ എൻട്രി പ്ലാൻ ചെയ്യും. എവിടെ വരെ? ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരെ. ഓക്കെ, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? പുതിയൊരു ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ആവും. ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിയണേ, എടുത്തിട്ടുള്ള കേസാണ് പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് എടുത്തു. ഇങ്ങനെ ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് ഏകദേശം ഇവിടെയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ വരുന്നു. ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. ഇൻഡ്യൂസ്മെന്റ് ഓൾറെഡി എടുത്തു. ലോവർ ലോ കൺഫേം ആയി. ലോവർ ലോ കൺഫേം ആയി കഴിയുമ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ സംഭവിക്കുന്നു. നമ്മുടെ ലോവർ ലോ ഇതൊരു വാലിഡ് ലോവർ ലോ ആണ്, ഇത് മാർക്ക് ചെയ്തില്ല. ഓക്കെ, പുതിയ ലോവർ ലോ ഉണ്ടായി. ഈ പ്രൊട്ടക്റ്റഡ് ഹൈ ഇവിടേക്ക് മാറും. ഈ ബ്രേക്ക് ഔട്ട് ഈ ഒരു മൂവിന്റെ അപ്സൈഡ് ആണല്ലോ ലോവർ ഹൈ വരിക. ലോവർ ഹൈ ഇതൊരു ലോവർ ഹൈ ആവും, പിന്നെ പ്രൊട്ടക്റ്റഡ് ഹൈ ഇതാവും. ഇതിനകത്തുള്ള ഇവിടുന്ന് ഇവിടം വരെ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരച്ച് ഈ പ്രീമിയം സോണിലുള്ള ഇവിടെയുള്ള ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യും. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെയാണ് സ്ട്രക്ചർ പോവുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ബൈ എൻട്രി, ഇവിടുന്ന് താഴേക്ക് സെല്ലാണ്. ഇത് കഴിഞ്ഞ് തിരിച്ച് സ്ട്രക്ചർ മുകളിലോട്ടേക്ക് ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ നല്ല വാലിഡ് ഓർഡർ ബ്ലോക്കുകൾ പെൻഡിങ് ആയിട്ട് ഇവിടെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടം വരെ ബൈക്കാണ് സാധ്യത, ബൈ എൻട്രി പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞ് സെല് ചെയ്യും. പിന്നീട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഇതൊക്കെ ഹയർ ടൈം ഫ്രെയിമിലെ കേസാണ്. ഇതൊക്കെ ഹയർ ടൈം ഫ്രെയിമിൽ വേണം ആദ്യം മാപ്പ് ചെയ്യാൻ. എന്നിട്ട് ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ. ഹയർ ടൈം ഫ്രെയിം ആണ് എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിം. ചെറിയ ടൈം ഫ്രെയിമിലാവുമ്പോൾ മാനിപ്പുലേഷൻ ഭയങ്കര അധികമായിരിക്കും, നമ്മൾ വല്ലാതെ പറ്റിക്കും, മൂവ്മെന്റ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ പ്രോപ്പർ ഒരു സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ അതിന്റെ ഇന്റേണലി പോയിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു പുതിയൊരു പെയർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മാപ്പിംഗ് ചെയ്യേണ്ടത്. നമ്മൾ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകാൻ സാധ്യത, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് ഒരു മന്ത്ലി വൺസ് മാർക്ക് ചെയ്താൽ മതി. എന്നുവെച്ചാൽ ഈ മന്ത്ലി ടൈം ഫ്രെയിമിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തുന്നവരെ നമുക്ക് അറിയാം ഇത് ഡൗൺ ട്രെൻഡ് ആണ്, പുൾ ബാക്കിലാണ്, നമ്മൾ ബൈ എൻട്രി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓവറോൾ ബയേഴ്സ് ഡൗൺ ട്രെൻഡ് ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഡെയിലി ഇത് പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി അപ്പോൾ ഉള്ള ബയാസ് നോക്കിയാൽ മതി ലോവർ ടൈം ഫ്രെയിമിൽ. ഹയർ ടൈം ഫ്രെയിം ആദ്യം നോക്കി വെക്കുക, എന്താണ് യൂറോ USDയുടെ ബിഹേവിയർ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും യൂറോ USD എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇനി എങ്ങനെയൊക്കെ ചെയ്യണം? അപ്പോൾ യൂറോ USD പെട്ടെന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കി. എന്നിട്ട് ഓർഡർ ബ്ലോക്കുകളൊക്കെ മാർക്ക് ചെയ്ത്, ട്രേഡിനെ പറ്റിയല്ല, സോറി ഇടയിൽ ബ്രേക്ക് ആയി പോയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാർക്കിംഗ് ചെയ്യുക. എങ്ങനെയാണ് ഒരു പെയറിന്റെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ന് തന്നെ പോയിട്ടൊന്ന് യൂറോ USD ചാർട്ട് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക.
എങ്ങനെയൊക്കെയാണ് ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഏതൊക്കെ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് താഴെ വന്നിരിക്കുന്നത്. ഗോൾഡ് പോലെയല്ല, യൂറോ യു എസ് ടി കുറേ കൂടെ നമുക്ക് ക്ലാരിറ്റി തരുന്ന, നമ്മൾ വിചാരിച്ച ആ ഭാഗത്തേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള ഒരു പെയറാണ്. അതുകൊണ്ടാണ് ഞാൻ യൂറോ യു എസ് ടി ചൂസ് ചെയ്തത് മാപ്പിംഗ് പറഞ്ഞുതരാൻ വേണ്ടി. ഓക്കെ, ഇതിന് മാപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സ്ട്രക്ചർ മാർക്കിംഗ് ആണ്. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ, ഇപ്പോഴത്തെ ഒരു പെയറിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ.